RSS എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു സോഷ്യൽ സർവീസ് മുഖമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘമാണ് RSS. അങ്ങനെ തന്നെയാണോ RSS? നേരെ തിരിച്ച് ഇപ്പൊ ലെഫ്റ്റ് ഒക്കെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഡെമണൈസ് ചെയ്യുന്നുണ്ട് RSSനെ. അത്രമാത്രം ഡെമണൈസ് ചെയ്യപ്പെടേണ്ട ഒരു സംഘടനയാണോ RSS? RSSന് പല മുഖങ്ങളുണ്ട്. ആ പല മുഖങ്ങളിൽ ഒന്നാണ് ഇപ്പം ഈ പറയുന്ന സാമൂഹ്യ സേവനം. അത് പല സംഘടനകൾക്കും ഉണ്ട്. അതിലുപരിയായിട്ട് ഒരു സംഘടനയെ വിലയിരുത്തേണ്ടത് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇപ്പോൾ ഞാൻ RSSനെ വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ രണ്ടുപേരെ പറഞ്ഞുതരാം. ഇപ്പോൾ BJPക്ക് അകത്തുള്ള രണ്ടുപേർ RSSനെ വിലയിരുത്തിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് BJPയുടെ നിലവിലെ സംസ്ഥാന വക്താവായിട്ടുള്ള KVS ഹരിദാസ് RSSനെ കുറിച്ച് മാതൃഭൂമിയിൽ തുടർച്ചയായി ലേഖന പരമ്പര എഴുതിയ ആളാണ്. ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ടൊന്നും മറ്റാണ് എൻ്റെ അടുത്ത് ഉണ്ടാവും. അന്നത്തെ പഴയ മാതൃഭൂമി ആർക്കൈവ്സിൽ നിങ്ങൾക്ക് കിട്ടും. RSSനെ അതിനിശിതമായി വിമർശിച്ച് RSSനെ ഐഡിയോളജികളെ വിമർശിച്ച് ലേഖനം എഴുതിയിട്ടുള്ള KVS ഹരിദാസ് എന്ന് BJPയുടെ സംസ്ഥാന വക്താവാണ്. അദ്ദേഹം നിലപാട് മാറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കണം. രണ്ട് ശങ്കുട്ടി ദാസ്, BJPയുടെ ഇന്റലക്ച്വൽ വിങ്ങിലുള്ള ശങ്കുട്ടി ദാസ്, ഇന്ന് എന്നെ വിമർശിക്കുന്ന ശങ്കുട്ടി ദാസ്. RSSന്റെ താത്വികാചാര്യനായിരുന്ന ഹരിയെ ജാതീയമായിട്ട് ആക്ഷേപിക്കുകയും ജാതി താല്പര്യമുള്ള ആളെന്ന് ആക്ഷേപിക്കുകയും ചെയ്ത ഒരു സംഘത്തിലുണ്ടായിരുന്ന ആളാണ്. ശബരിമല സമരകാലത്തിന് ശേഷം അതിനിശിതമായി RSS ലീഡർഷിപ്പിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. അവരൊന്നും നിലപാട് മാറ്റിയതായിട്ട് എനിക്കറിയില്ല. ഈ രണ്ടു കൂട്ടരോടുമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. RSSന്റെ പ്രവർത്തനം കൊണ്ട് ആണ് RSS അങ്ങനെ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ടും അതിൻ്റെ നിഗൂഢമായ പ്രവർത്തന രീതി കൊണ്ടുമാണ്. ഞാൻ പറഞ്ഞ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കാത്ത എല്ലാ സംഘടനകളും സ്വാഭാവികമായിട്ട് ഡെമോണൈസ് ചെയ്യപ്പെടും. നിങ്ങൾ ഓപ്പൺ അല്ലെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് അവരുടെ കുഴപ്പമാണ്. അത് പിന്നെ ഏതെങ്കിലും നമ്മുടെ ഒരു ഭാഗത്ത് നമ്മൾ സോഷ്യൽ സർവീസ് നടത്തുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് അത് പിന്നെ ബാക്കി നിങ്ങളുടെ ചെയ്തികളെയും ജനാധിപത്യ ബോധമില്ലായ്മയൊക്കെ അത് ന്യായീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അത് വെച്ച് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഏത് സംഘടനയാണെങ്കിലും അതിൽ ആത്യന്തികമായി ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു ജനാധിപത്യ ബോധമാണ്. ആളുകൾക്ക് സംസാരിക്കാനുള്ള, സ്വന്തം അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്പേസാണ് ഉണ്ടാവേണ്ടത്. ഏകശിലാത്മകമായിട്ട് അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. കണ്ണൂരൊക്കെ ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ്സുകാരെ പോലും സംരക്ഷിച്ചിട്ടുള്ളത് RSS ആണ്. എനിക്കറിയില്ല, കോൺഗ്രസ്സുകാരൊന്നും RSSന്റെ സംരക്ഷണം നോക്കി പോകുന്നവരൊന്നുമല്ല. കോൺഗ്രസ്സുകാരെ RSS ശാഖയെ സംരക്ഷിച്ചതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് RSS ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിച്ചിട്ടുള്ള KPCC പ്രസിഡന്റാണ് നമുക്കിപ്പോൾ ഇന്നുള്ളത്. ഈ ചരിത്രത്തിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല കാലഘട്ടങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടുന്ന് അഭിപ്രായം പറഞ്ഞ അർത്ഥമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മറുപടി പറയേണ്ടത് CPM ആണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ RSSുമായി ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനു മുമ്പേ ഉണ്ടല്ലോ 1967 67 സംയുക്ത വിധാൻ ദൾ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ജനസംഘവും ഒരുമിച്ച് ബീഹാറിൽ ഭരിച്ചിട്ടില്ലേ? ബംഗാളിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടാകുന്നത് ആരുടെ പിന്തുണയില? ജനസംഘത്തിൻ്റെ ഏക MLAയുടെ പിന്തുണയിലല്ലേ? അപ്പോൾ അടിയന്തരാവസ്ഥയെ ഒരു കാരണമാക്കിക്കൊണ്ട് CPM BJP ബാന്ധവത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപും BJP CPM അല്ലെങ്കിൽ ജനസംഘം CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ബാന്ധവം ഉണ്ടായിരുന്നു. അതാണ് ബീഹാർ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ആരോപണം പറയുമ്പോഴും ഈ ലെഫ്റ്റ് BJP ബാന്ധവം പറയുമ്പോഴും ഒരു മാനസിക ഐക്യം എപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരും BJP നേതാക്കന്മാരും തമ്മിലാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് KPCC പ്രസിഡന്റിന്റെ ശാഖയ്ക്ക് കാവൽ സതീശൻ RSS ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതും എല്ലാം ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഈ ഒരു മാനസിക ഐക്യം നേരത്തെ മുതലുണ്ടോ? അത്തരത്തിൽ ഒരു മാനസിക ഐക്യമില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ RSSനെതിരായിട്ടുള്ള BJPക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോർമുഖം തുറക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് മാത്രമേ ഇവിടെ BJP ഉയർത്തുന്ന ഈ തരത്തിലുള്ള രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. CPM എല്ലാ കാലത്തും BJPയുമായും സംഘപരിവാറുമായും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ചരിത്രത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോൾ VP സിംഗ് സർക്കാർ എങ്ങനെ രൂപം കൊണ്ടു? എല്ലാ ദിവസവും അടൽജിയുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളും ചായ കുടിച്ചിരുന്ന ആളുകൾ ആരൊക്കെയാണ് വൈകുന്നേരം? അത് ഞാൻ നേരത്തെ പറഞ്ഞു. 67 ഏറ്റവും പ്രകടമായിട്ടുള്ള കാര്യം, 67 ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. മന്ത്രിസഭയിൽ കൂട്ടുത്തരവാദിത്തമാണല്ലോ. അവിടെ നമുക്ക് ഡിസെൻ്റ് എഴുതാൻ പറ്റില്ല.
ആണല്ലോ. ക്യാബിനറ്റ് ഡിസെൻറ്റ് എഴുതാൻ പറ്റില്ല. ഒരു ക്യാബിനറ്റിൻ്റെ ഭാഗമായിരുന്നു ലെഫ്റ്റ് പാർട്ടികളും ജനസംഘവും. ബീഹാറിലെ നമ്മുടെ ഇപ്പോൾ RSS ആണ് ഇന്ദിരാഗാന്ധിയെ ജയിപ്പിച്ചതെന്ന് RSSും ഇന്ദിരാഗാന്ധിയും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് 1980. ഈ ബാന്ധവങ്ങൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പലരുമായിട്ടും RSS കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ്. അത് RSSനോട് ചോദിക്കണം. ഞാൻ കോൺഗ്രസ്സുകാരൻ. ഉണ്ടായിരുന്ന ഒരാളുള്ള നിലയിലാണ് ഈ ചോദ്യം. ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണല്ലോ. ഞാൻ എന്തിനാണ് RSSന്റെ മറുപടി പറയുന്നത്? ഓവർനൈറ്റ് അവരല്ലേ ചേഞ്ച് ചെയ്യുന്നത്? അല്ലല്ല സന്ദീപിനി, ഓവർനൈറ്റ് RSS എന്ന പോലെ ഒരു ഐഡിയോളജിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘടനയിൽ നിന്ന് ഞാൻ BJPയിൽ നിന്നാണ്. ഞാൻ BJP എന്ന ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ചോളം സാധാരണക്കാരായ വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാവിലെ മൻ കി ബാത്ത് കേൾക്കുക, സെൽഫി എടുക്കുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ സാധാരണക്കാരായ വ്യക്തികളുടെ ദൈനംദിന ജീവിത പ്രശ്നത്തിൽ ഓരോ നിമിഷവും അനുനിമിഷവും ഇടപെട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇന്നും നടത്തി വരുന്ന ആളാണ്. ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെ കാര്യത്തിൽ ഇടപെടുന്നവരാണ്. എന്നെ വിളിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളിൽ ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട്. തിരിച്ച് വിളിച്ച് എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അവരുടെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞാൽ ഞാൻ പരിഹരിക്കാൻ എന്നാൽ കഴിയുന്നത് വരെ ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ നിങ്ങൾ ഇപ്പോൾ എനിക്കെതിരായി പറയുന്ന അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ എഴുതുന്ന ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യം, കേരളത്തിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന BJPയുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന നേതാവ് ഞാനാണ്. അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ഏത് അർദ്ധരാത്രിയും പുലർച്ചെ എന്നെ വിളിക്കാനും ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും നടത്തി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി എനിക്ക് സുഹൃത്ബന്ധങ്ങളുള്ളത് കൊണ്ടാണ്. പുലർച്ചെ 2 മണിക്ക് മെഡിക്കൽ കോളേജിൽ പിന്നെ ഒരു യന്ത്രത്തിൽ കുടുങ്ങി ശരീരത്തിൻ്റെ ഏതോ ഭാഗത്തിന് അപകടം പറ്റി വന്ന ഒരാളുടെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് വിളിക്കണം, അവിടെ നോക്കുന്നില്ല, പെട്ടെന്ന് ഇടപെടണം. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ പുലർച്ചെ വിളിച്ച് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പം കോൺഗ്രസ് നേതാക്കന്മാരിലും CPM നേതാക്കന്മാരിലും ഒക്കെ നല്ല ബന്ധവും ഒരു ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്ക് സാധാരണക്കാരായ ഒട്ടേറെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നടപടിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അതാണ്. ഇപ്പോൾ സാധാരണ ഒരു പഞ്ചായത്ത് ഓഫീസിലൊരു കാര്യമുണ്ടെങ്കിലും, വില്ലേജിൽ കാര്യമുണ്ടെങ്കിലും, ആശുപത്രി കാര്യമുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്തു കേരളത്തിൻ്റെ രാഷ്ട്രീയ തലത്തിൽ ഇതാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കേരളത്തിൽ BJPക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല. ഇവിടെ എല്ലാവരും ചെയ്യുന്ന ക്ലറിക്കൽ ജോലിയാണ്. മോളെന്ന് പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ഇവിടുന്ന് എഴുതി അയക്കുന്നതിലപ്പുറം ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല.